നമസ്കാരം. ഫാസിലിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ, ശോഭന, സുരേഷ് ഗോപി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തി മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസ് ചിത്രമായ മണിച്ചിത്രത്താഴിന്റെ 4K പതിപ്പ് റിലീസ് ചെയ്യപ്പെട്ടിട്ട് ഇന്ന് 2 ദിവസങ്ങൾ പിന്നിടാൻ ഒരുങ്ങുകയാണ്. റിലീസ് ചെയ്യപ്പെട്ട മണിച്ചിത്രത്താഴിന് തിയേറ്ററുകളിൽ വൻ വരവേൽപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ 2 ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ മികച്ച കളക്ഷനാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രം റിലീസ് ചെയ്യപ്പെട്ട 17-ാം തീയതി കേരളത്തിൽ മാത്രം ഏകദേശം 243 ഷോകളാണ് കളിച്ചത്. ഓഡിയൻസായി പരിഗണിക്കുന്നത്, ട്രാക്ക് ചെയ്യുന്നത് ഏകദേശം 24,000 പേരാണ്. കേരള ട്രാക്കിംഗ് മാത്രം ആദ്യ ദിവസം 40% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 43 ലക്ഷം രൂപയാണ്. മണിച്ചിത്രത്താഴിന്റെ 2-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഷോകളുടെ എണ്ണമെന്ന് പറയുന്നത്, കേരള ഷോകളുടെ എണ്ണമെന്ന് പറയുന്നത് 101 ഷോകളാണ്. ഇന്നലെ മണിച്ചിത്രത്താഴ് ഈ സമയം വരെ കളിച്ചതിൽ വെച്ച് ഇന്ന് ഏകദേശം 23% ഷോകൾ കൂടുതൽ കളിച്ചിട്ടുണ്ട്. ഈ സമയം വരെ ഇതുവരെ കാണാനെത്തിയവരുടെ എണ്ണമെന്ന് പറയുന്നത്, ട്രാക്ക് ചെയ്യുന്നത് ഏകദേശം 9,700 പരം പ്രേക്ഷകരെയാണ്. നിലവിൽ ഇന്നത്തെ തിയേറ്റർ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് 37%. ഈ ചിത്രത്തിന്റെ ഇതുവരെയുള്ള 2-ാം ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 17 ലക്ഷം രൂപയാണ്. കേരള ട്രാക്കിംഗ് മാത്രം. അതായത് ചിത്രം 2 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം ഈ സമയം വരെ 344 ഷോകളാണ് കളിച്ചിരിക്കുന്നത്. കേരളത്തിൽ മാത്രം ചിത്രം കാണാനെത്തിയവരുടെ എണ്ണമെന്ന് പറയുന്നത് ഈ സമയം വരെ 34,000 പരം ആൾക്കാരാണ്. അതായത് 2 ദിവസങ്ങൾ കൊണ്ട് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രം 61 ലക്ഷം രൂപയാണ്. കേരള ട്രാക്കിംഗ് കളക്ഷൻ 2 ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ മാത്രം ഇതുവരെ 61 ലക്ഷം രൂപ കേരള കളക്ഷൻ വന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ യഥാർത്ഥ കേരള കളക്ഷൻ ഏകദേശം 80 ലക്ഷത്തിനടുത്തെത്തിയിട്ടുണ്ടാകും. എന്തായാലും മണിച്ചിത്രത്താഴിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം.